ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പ്രത്യാശയുടെ ക്രിസ്മസ് വീണ്ടും. ദൈവം പിറക്കുന്നു മനുഷ്യനേ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. ലോകമൊന്നാകെ കോവിഡ്-19 മഹാമാരിക്കെതിരെ പോരാടുന്ന സമയത്താണ് ഇത്തവണ പ്രത്യാശയുടെ സന്ദേശവുമായി വീണ്ടും ക്രിസ്മസ് കടന്നുവരുന്നത്. ലോകമെമ്പാടും മനുഷ്യർ അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഏറുകയാണ്. കോവിഡിനൊപ്പം ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിന് ഈ പ്രതീക്ഷയുടെ ദിനം കരുത്താവുകയാണ്. ഒപ്പം പുതിയൊരു പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പും. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വലിയ അനുഭവമാണ് ക്രിസ്മസ്. ലോകം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് മഹാമാരിക്ക് മുന്നിൽ വികസിത രാജ്യങ്ങൾ പോലും പകച്ചുപോയി. അനേകർ മരിച്ചു. ലോകം തന്നെ നിശ്ചലമായി. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മനുഷ്യരാശി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ആശ്വാസകരമായ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ശാന്തരാത്രി തിരുരാത്രി, പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ ക്രിസ്മസ് കാലം. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിര കുർബാനയുടെ പവിത്രതയുടെ, തിരുപ്പിറവിയുടെ, തിരുക്കർമ്മങ്ങളുടെ വഴികാട്ടിയായ താരകത്തിന്റെ, കേക്കിന്റെ മധുരവുമായി കരോളിനായുള്ള കാത്തിരിപ്പിന്റെ, സാന്റായുടെ സഞ്ചിയിലെ സമ്മാനം പോലെ അങ്ങനെ വർണ്ണിക്കാൻ പറ്റാത്ത ഉത്സവകാലം. എത്രയെത്ര സ്മരണകളും കഥകളും കേട്ടുകേൾവികളുമായാണ് ഓരോ ക്രിസ്മസും നമ്മിലേക്ക് വന്നണയുന്നത്. എത്രയെത്ര ഭാവനാലോകങ്ങളിലൂടെയാണ് ഓരോ ക്രിസ്മസ് കാലത്തും നമ്മൾ സഞ്ചരിക്കുന്നത്. ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, പങ്കുവെക്കലിന്റെ കൂടി സമയമാണെന്ന് നമ്മെ പഠിപ്പിച്ച ആ പഴയ കാലത്തിലേക്കുള്ള സഞ്ചാരമാണ്. റവറന്റ് ഡോക്ടർ തോമസ് കുടിനാപ്പുറത്ത് വാർത്താ തരംഗിണിയോട്. ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവം നമ്മോടുകൂടെ എന്നതാണ്. മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് നൽകപ്പെട്ട പേര് എമ്മാനുവേൽ എന്നായിരുന്നു. എമ്മാനുവേൽ എന്നതിന്റെ അർത്ഥം വാച്യാർത്ഥത്തിൽ ദൈവം നമ്മോടുകൂടെ എന്നത് തന്നെ. ഇന്നത്തെ അവസരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശമാണ്. ഇന്നത്തെ ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നടുവിൽ അങ്ങ് ആകാശത്തിന്റെ ഏതോ കോണുകളിൽ ഇരിക്കുന്നവരല്ല ദൈവം, മറിച്ച് നമ്മുടെ കൂടെ നമ്മോടൊപ്പം ജീവിക്കുന്നവനാണ് ദൈവം എന്നതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ഇവിടെ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് കടന്നുപോയ ഒരു ദൈവത്തെക്കാൾ ഉപരി ഇന്നും നമ്മോടുകൂടെ നമ്മുടെ ഈ എളിയവരിൽ ഒരുവനായി ഞാൻ ജീവിക്കുന്നുവെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏറ്റവും മഹത്തരമായ, ഏറ്റവും സ്നേഹസാന്ദ്രമായ രൂപമാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് ആർദ്രതയോടെ, സ്നേഹത്തോടെ, കരുണയോടെ, കരുതലോടെ നമ്മൾ പെരുമാറുമ്പോൾ അവിടെ അവരിൽ നമ്മിലും ദൈവം ജനിക്കുകയാണ്. അതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. ക്രിസ്മസ് പ്രകാശത്തിന്റെ തിരുനാൾ കൂടിയാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി ജീവിതത്തിൽ മുന്നേറുവാൻ, ഏത് കൂരിരുട്ടിന് നടുവിലും വെളിച്ചം പകർന്നുകൊണ്ട് നമ്മളെ ശരിയായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്ന ദിശാബോധം നൽകുന്ന ഒരു പ്രകാശത്തിന്റെ തിരുനാളാണ് ക്രിസ്മസ്. പുൽക്കൂട് എന്ന് പറയുന്നത് എളിയ ജീവിതത്തിന്റെ
ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ദൈവത്തിന് പിറക്കുവാൻ രാജകൊട്ടാരങ്ങളോ മറ്റ് പ്രഭു കുടുംബങ്ങളോ ഒന്നും അവിടുന്ന് തേടിയില്ല. എളിയ ജീവിതത്തിന്റെ ഒരു പുൽത്തൊഴുത്താണ് അവിടുന്ന് അന്വേഷിച്ച് അവിടെയാണ് ജന്മം നിർവഹിച്ചത്. ഈ പുൽക്കൂടും പ്രകാശവും നമുക്ക് ഇന്നത്തെ സന്ദർഭങ്ങളിൽ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് മനുഷ്യൻ വലിയ ആഘോഷങ്ങളെക്കാൾ ഉപരി എളിമയുടെ തലത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് 2020 ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഒരു തീരെ ചെറിയൊരു സൂക്ഷ്മാണു നമ്മളെ എല്ലാവരെയും 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തിയ ഒരു വർഷമായിരുന്നു 2000. അവിടെ മനുഷ്യന്റെ വലിയ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യൻ എന്താണ്, എവിടം വരെ അവന് എത്താൻ പറ്റും എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നതിനുള്ള അവസരമായിരുന്നു 2020. ഈ അവസരത്തിലെ ക്രിസ്മസ് എളിമയോടുകൂടി ജീവിതത്തെ പാകതയോടെ പക്വതയോടുകൂടി സമീപിക്കുവാനും എങ്കിലും തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടി എത്തണമെന്നുള്ള ഉറച്ച ദിശാബോധത്തോടുകൂടി മുന്നേറുന്നതിനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ക്രിസ്മസ് ആണ് 2020. നമുക്ക് മറ്റുള്ളവരോടുകൂടി ഒരുമിച്ച് ചേർന്ന് ക്രിസ്മസിന്റെ ആ എളിമയും ലക്ഷ്യബോധവും സ്വന്തമാക്കിക്കൊണ്ട് പാവപ്പെട്ടവരിലേക്കും അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള വേദനിക്കുന്ന മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെല്ലുവാനും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പന്ഥാവ് എന്ന് തിരിച്ചറിയുവാനുമുള്ള ഒരു ക്രിസ്മസ് ആയിരിക്കട്ടെ 2020. അത് വരുന്ന 2021 ഈ ദിശാബോധം നമ്മളെ നയിക്കട്ടെ. ക്രിസ്മസ് പലയിടത്തും പല തീയതികളിലാണ് ആഘോഷിക്കുന്നത്. കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റുകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റുമേനിയൻ ഓർത്തഡോക്സ് സഭ തുടങ്ങിയവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബർ 25-നാണ്. റഷ്യൻ, സെർബിയൻ, മാസിഡോണിയൻ, ജോർജിയൻ, ഉക്രൈനിയൻ ഓർത്തഡോക്സ് സഭകൾ ജനുവരി 7-ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. പുതുലോക പിറവിക്കായി രക്ഷകൻ പുൽക്കൂട്ടിൽ പിറന്ന വിവരമറിഞ്ഞ് ആദ്യമെത്തിയ ആട്ടിടയർക്ക് വഴികാട്ടിയായത് ആകാശത്തുദിച്ചുയർന്ന ഒരു നക്ഷത്രമായിരുന്നു. ആ സ്മരണകളാണ് ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ നക്ഷത്ര വിളക്കുകളായി പരിണമിച്ചത്. കേരളത്തിലും ക്രിസ്മസിന്റെ പ്രധാന അലങ്കാരങ്ങളിൽ ഒന്നാണിത്. മതാധ്യക്ഷന്മാർ ബത്ലഹേമിലെ താരകത്തെ ഒരു പ്രവചനത്തിന്റെ പൂർണ്ണതയായി കാണുന്നു. ജ്യോതിഷികളാകട്ടെ ആകാശത്ത് നടന്ന അസാധാരണ സംഭവമായും. ഈ ബത്ലഹേം നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കായാണ് നാം നക്ഷത്ര വിളക്കുകൾ ക്രിസ്മസ് വേളയിൽ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതെന്ന മറ്റൊരു കഥ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നുവെന്ന വിശ്വാസമാണ് ക്രിസ്മസിന് പുൽക്കൂടൊരുക്കാൻ കാരണമായത്. പിന്നീട് ഈ പുൽക്കൂടൊരുക്കൽ ലോകവ്യാപകമായി. ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുരൂപങ്ങൾ അണിനിരത്തിയാണ് പുൽക്കൂട് ഒരുക്കുന്നതും. ക്രിസ്മസിന്റെ സാർവദേശീയ പ്രതീകമായ ക്രിസ്മസ് ട്രീ ജർമ്മൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. അലങ്കാരങ്ങൾക്കൊപ്പം ക്രിസ്മസ് ട്രീയിൽ സമ്മാനപ്പൊതികൾ തൂക്കിയിടുന്ന രീതിയും പ്രചാരത്തിലുണ്ട്. ക്രിസ്മസ് മരത്തിന്റെ ആകൃതിയിൽ മനുഷ്യർ ഒത്തുചേർന്ന് മനുഷ്യ ക്രിസ്മസ് മരം രൂപീകരിക്കുന്നതും പലയിടത്തും ആഘോഷങ്ങളുടെ പുതുമയായി. ചുവന്ന കുപ്പായവും തൊപ്പിയുമണിഞ്ഞ് മായാത്ത ചിരിയുമായി എത്തുന്ന സുന്ദരനായ അപ്പൂപ്പൻ, നരച്ച താടിയും മുടിയുമുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കായുള്ള സമ്മാനങ്ങൾ വീടിന്റെ ചിമ്മിനിയിലൂടെ ഇട്ടുകൊടുക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള കുട്ടികൾ സാന്റയുടെ സമ്മാനം കാത്തിരിക്കുന്നതും. ക്രിസ്മസ് കാലമായാൽ വീട്ടിലെത്തുന്ന ഗായക സംഘങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറക്കാഴ്ചയാണ്. കാരൽ ആദ്യമായി പാടിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലാണ്. എല്ലാ കാലങ്ങളിലും കാരൽ എഴുതപ്പെടുകയും ആലപിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും ക്രിസ്മസിന് ആലപിക്കുന്ന പാരമ്പര്യം മാത്രമാണ് അവശേഷിച്ചത്. മൊബൈലും വാട്സാപ്പും തുടങ്ങി ആധുനിക ആശംസ കൈമാറ്റക്കാരുടെ വരവിന് മുൻപ് ആശംസാ സന്ദേശങ്ങളടങ്ങിയ ക്രിസ്മസ് കാർഡുകൾ കൈമാറ്റം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം യേശുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കാർഡുകളിൽ പതിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ കൂടുതൽ ജനകീയമായി കഴിഞ്ഞു. ക്രിസ്മസ് സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും ഉത്സവം കൂടിയാണ്. ക്രിസ്മസ് ഗാനം പോലെ
മധുരതരമാണ് ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്ക് രുചിച്ചില്ലെങ്കിൽ ക്രിസ്മസ് പൂർണ്ണമായില്ല എന്ന് കരുതുന്നവരാണ് നമ്മൾ. നൂറ്റാണ്ടുകളായി നമ്മെ കൊതിപ്പിക്കുന്ന ക്രിസ്മസ് കേക്കിനുമുണ്ട് ഒരു വലിയ ചരിത്രം. മധ്യകാല ഇംഗ്ലണ്ടിലാണ് പ്ലം കേക്കിന്റെ തുടക്കം. കാലം ഒരുപാട് കഴിഞ്ഞെങ്കിലും കേക്കിന്റെ പ്രിയം കൂടിക്കൂടി വരുന്നതേയുള്ളൂ. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് വിപണി സംസ്ഥാനത്ത് സജീവമാണ്. ആളുകളെല്ലാം വീട്ടിലായതിനാൽ ഇത്തവണ ആഘോഷങ്ങൾക്ക് തിളക്കമേറുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. നക്ഷത്രങ്ങൾ മുതൽ കേക്കുകൾ വരെ ഇതിനോടകം വിപണിയിൽ സജീവമാണ്. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ വാർത്താ തരംഗിണിയോട്. വീണ്ടും ഈ ഒരു രോഗകാലത്ത് നമ്മൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കരുണയുടെയും ഒക്കെ സ്നേഹത്തിന്റെയും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ 2021 വരവേൽക്കുവാൻ വേണ്ടി സന്നദ്ധരായി കഴിഞ്ഞു. 2020 നമുക്ക് ഒരുപാട് മുറിവുകൾ സമ്മാനിച്ച വർഷമാണ്. പ്രളയവും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സ്വപ്നം കാണാത്ത രീതിയിൽ ഒരു വൈറസ് നമ്മളെ ലോകം മുഴുവൻ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ലോകം മുഴുവൻ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അതിനൊക്കെ സധൈര്യം ഒറ്റക്കെട്ടായി ഒരേ മനസ്സുകൊണ്ട് നേരിട്ട ഒരു സമൂഹമാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും മലയാളികൾക്ക് ഒരു പ്രത്യേക സ്ഥാനം. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള അറിവ്, ആരോഗ്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, പൊതു ആരോഗ്യ രംഗമൊക്കെ നമുക്ക് വളരെ മെച്ചപ്പെട്ടതാണ് കേരളത്തിൽ. ഈ ഒരു പ്രതിരോധം തീർച്ചയായിട്ടും നമ്മൾ വരും തലമുറ ഓർക്കും. നമ്മൾ ചെയ്ത അത്രയും വലിയൊരു സഹനമാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നത്. എത്രയോ ദിവസങ്ങൾ ലോക്ക്ഡൌണിൽ പെട്ട് നമ്മൾ വീടുകളിൽ തന്നെ കഴിയേണ്ടി വന്നു. ഇപ്പോഴും നമ്മൾ പഴയതുപോലെ നമ്മുടെ ജീവിതം അങ്ങനെ വലിയൊരു ലൈവായിട്ടില്ല. ജാഗ്രത കൈവിടാതെ തന്നെ കുറച്ച് നാളുകൂടി നമ്മളെല്ലാവരും ഈ കോവിഡിനെ പ്രതിരോധിക്കേണ്ടി വരും. മുന്നിൽ ഒരു വലിയൊരു ആഘോഷം വരികയാണ്. ഒരുപാട് ആഘോഷങ്ങൾ ഇതിനു മുന്നേ വന്നു. അതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലും അതുപോലെ വീടിനകത്തും മാത്രമായിട്ട് നമ്മൾ ഒതുക്കിയിരുന്നു. ഇനി വീണ്ടും ക്രിസ്മസും പുതുവത്സരവും ഒക്കെ വരുമ്പോൾ നമ്മൾ വരും കാലത്തേക്കുള്ള ഒരു കരുതലിന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ആഘോഷങ്ങളൊക്കെ പരമാവധി പൊതുവിടങ്ങളിലേക്ക് മാറ്റാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം. അതുപോലെ നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ ആഘോഷത്തിന്റെ പൂത്തിരികൾ കത്തിക്കാം. അപ്പൊ അതിനാകട്ടെ ഇത്തവണത്തെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ സമർപ്പിക്കുന്നത് ഈ കോവിഡിനാണ്. ഈ കോവിഡിനെതിരെയായിട്ടാണ് നമ്മുടെ എല്ലാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷവും പുതുവത്സരാഘോഷവും ഒക്കെ കോവിഡിനെതിരെയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രതീകാത്മക ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആരും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ മുറിവുകളും നമുക്ക് എത്രയും പെട്ടെന്ന് ഉണങ്ങട്ടെ. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശാന്തമാകട്ടെ. ക്രിസ്മസ് ഒരു വലിയ പ്രതീക്ഷയാണ്, മതേതര ആഘോഷമാണ് എന്ന ചരിത്രത്തോടൊപ്പം നിന്ന് ലാളിത്യത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാക്കി മാറ്റാം ക്രിസ്മസിനെ എന്നും എപ്പോഴും. ഈ ക്രിസ്മസ് സമാധാനത്തിന്റെയും പ്രത്യാശയുടേതുമായി തീരട്ടെ. മനുഷ്യരാശിക്കുണ്ടായ വലിയ വേദനകൾ തുടച്ചു നീക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയാകട്ടെ ഈ ക്രിസ്മസിന്. വിഭാഗീയ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് ഒരു മനസ്സോടെ മുന്നോട്ടു പോകാൻ ലോകത്തിന് സാധിക്കട്ടെ. ആഘോഷങ്ങൾക്കുപരി ക്രിസ്മസ് ഒരു ആത്മീയ അനുഭവമായി മാറേണ്ട കാലമാണ്. വലിയ കൂടിച്ചേരലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കരുതലുള്ളവരായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാലം കൂടിയാണ്. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. പുതുവർഷം ആശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആയിത്തീരുവാൻ നമുക്ക് ഒരുമിച്ച് കർമ്മനിരതരാകാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ആകാശവാണി വാർത്താ വിഭാഗം മേധാവി മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി മോഹൻ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.